കേജ്രിവാളിന്റെ ജാമ്യ ഹർജിയിൽ നാളെ സുപ്രീം കോടതി വിധി പറയാനിരിക്കെ ഇഡിയുടെ തടസ്സ ഹർജി. തെരഞ്ഞെടുപ്പ് പ്രചാരണം മൗലികമോ ഭരണഘടനാപരമോ നിയമപരമോ ആയ അവകാശമല്ല. കേജ്രിവാൾ പുറത്തിറങ്ങുന്നതിനെ ബിജെപി ഭയക്കുന്നതെന്തിനാ? കേജ്രിവാളിനെ ഖലിസ്ഥാൻവാദിയാക്കിയതുകൊണ്ട് എന്ത് നേട്ടം? കഴിഞ്ഞ ദിവസം തന്നെ കോടതി പറഞ്ഞത് കേട്ടപ്പോൾ കേജ്രിവാളിന് ഇപ്പം ജാമ്യം കിട്ടിയേക്കുമോ എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇന്ന് തന്നെ ഒരുപക്ഷെ വിധി പറഞ്ഞാൽ കേജ്രിവാളിന് ജാമ്യം കിട്ടുമായിരിക്കുമെന്ന് നമ്മളെല്ലാവരും വിചാരിച്ചതാണ്. അന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയത് ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുവാനുള്ള അവകാശം കേജ്രിവാൾ എന്ന രാഷ്ട്രീയ നേതാവിന് ഉണ്ട് എന്നതാണ്. അത് തന്നെയാണിപ്പോൾ ഇഡി വളരെ സ്ട്രെയിറ്റായി കോടതിയിലേക്ക് കൊടുത്തിരിക്കുകയാണ്. എന്തായാലും ഭരണഘടനാപരമായോ നിയമപരമായോ മൗലികമായോ ഉള്ള ഒരു വ്യക്തിയുടെ അവകാശമല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുക എന്നത്. അപ്പോൾ അതിനായിട്ട് കേജ്രിവാളിനെ പുറത്തിറക്കി വിടേണ്ടതില്ല എന്നുള്ള തടസ്സ ഹർജിയാണ് ഇപ്പോൾ ഇഡി സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. കേജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നത് ബിജെപി ഭയപ്പെടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണിപ്പോൾ ഇഡിയിലൂടെ കാര്യം പറഞ്ഞിരിക്കുന്നത് കോടതിയിൽ. ലക്ഷ്മി, ഇതിപ്പോൾ നോക്കൂ, ഇനിയിപ്പോൾ കേജ്രിവാളിൻ്റെ പാർട്ടി അധികാരത്തിലിരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ഡൽഹിയും പഞ്ചാബും, ഈ രണ്ടിടത്തും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഡൽഹിയിൽ ഇനി തെരഞ്ഞെടുപ്പ് വരുന്നത് മെയ് 25-നാണ് 7 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്ക്. അതിനോടൊപ്പം തന്നെ ഹരിയാനയിൽ 10 സീറ്റുകളിലേക്കും ഈ മെയ് 25-ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവസാന ഘട്ടമായ ജൂൺ 1-ന് പഞ്ചാബിലെ 13 സീറ്റുകളിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അവർക്ക് 2 സ്ഥലങ്ങളിലും അവർ അധികാരത്തിലിരിക്കുന്നു. അവർക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ് ഈ രണ്ടിടത്തും. ഇപ്പോൾ ഡൽഹിയിലെ കാര്യം പരിശോധിച്ചാൽ, ഡൽഹിയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്കുള്ളത് 18% വോട്ടാണ്. അവിടെ 7 സീറ്റിലും വിജയിച്ചത് BJP ആണ്. പക്ഷേ BJP വിജയിക്കാൻ കാരണം അവിടെ 23% വോട്ട് നേടിയ കോൺഗ്രസും ഈ 18% വോട്ട് നേടിയ ആം ആദ്മിയും ഒരുമിച്ചല്ല അന്ന് മത്സരിച്ചത്. അവർ രണ്ടായി മത്സരിക്കുന്ന ഒരു സാഹചര്യം മുതലാക്കിയാണ് 7 സീറ്റുകളിലും BJP അധികാരത്തിലെത്തിയത്. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. ഇവിടെ ഇന്ത്യ സഖ്യം എന്ന നിലയിൽ AAPയും ഒപ്പം തന്നെ കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ഡൽഹി തൂത്തുവാരിയതുപോലെ ഇത്തവണ ഡൽഹി തൂത്തുവാരാൻ പറ്റുമെന്ന BJPക്ക് പ്രതീക്ഷയില്ല. ഇവർ ഒരുമിച്ച് മത്സരിക്കുന്നുകൊണ്ട്. ഒപ്പം തന്നെ പഞ്ചാബിലേക്ക് പോയാലും സമാനമായ സ്ഥിതി തന്നെയാണ്. വലിയ രീതിയിലുള്ള ഒരു കഴിഞ്ഞ തവണ അവർ അധികാരത്തിലെത്തിയ ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അവർക്ക് 7% വോട്ടും ഒരു സീറ്റുമുണ്ട്. അപ്പോൾ പഞ്ചാബിലും ഒരുപക്ഷെ ആം ആദ്മി നേട്ടമുണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഡൽഹിയിലും സ്ഥിതിഗതികൾ BJPക്ക് അനുകൂലമല്ല. ആ നിലയിൽ അരവിന്ദ് കെജ്രിവാൾ ഈ ജയിലിൽ കിടന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഘട്ടമുണ്ടായാൽ തീർച്ചയായും അത് വലിയ രീതിയിൽ BJPക്ക് ദോഷകരമായി ബാധിക്കുമെന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അതിനെ പരമാവധി തടയാനാണ് അവർ ശ്രമിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇഡി എനിക്ക് തോന്നുന്നു സ്ട്രെയിറ്റായി തന്നെ BJP എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഇഡി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നതിനെ അവർ ഭയപ്പെടാൻ വളരെ കൃത്യമായ കാരണം തന്നെയാണ് ഉള്ളത്. ഇതിനോടകം തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ രാഷ്ട്രീയമായി ഫലപ്രദമായി വിനിയോഗിക്കുന്നുണ്ട്. ആദ്യം എനിക്ക് തോന്നുന്നു അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞേക്കും എന്നൊരു പക്ഷേ BJP വിചാരിച്ചു കാണും. പക്ഷേ അതല്ല അവിടെ സംഭവിച്ചത്. ഞാനിതാ ജയിലിൽ കിടന്ന് ഭരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ ഇവൻ്റാക്കി മാറ്റുകയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹത്തിൻ്റെ കരിയർ ഉടനീളം, രാഷ്ട്രീയ ജീവിതം ഉടനീളം നമുക്ക് പരിശോധിച്ചാൽ അത് മനസ്സിലാകും. ഏത് തിരിച്ചടികളെയും രാഷ്ട്രീയമായി ശത്രുവിനെതിരെ ഉപയോഗിക്കാൻ കെൽപ്പുള്ള കൂർമ്മ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. ഒരു ഇവൻ്റ് മേക്കർ എന്ന് പറയാൻ പറ്റും, പൊളിറ്റിക്കൽ ഇവൻ്റ് മേക്കർ. അത് അദ്ദേഹം ആദ്യം അധികാരത്തിലെത്തി കേവല ഭൂരിപക്ഷമില്ലാതെ രാജിവെക്കാൻ പോകുമ്പോൾ ആ രാജിവെക്കാനുള്ള പോക്കായാലും ശരി, അതിനുശേഷമുള്ള പ്രസംഗമായാലും ശരി, നമ്മൾ അണ്ണാ ഹസാരയുടെ സമരത്തിൻ്റെ സമയത്തും ഒക്കെ കണ്ടിട്ടുണ്ട്. കേജ്രിവാൾ ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ അടുത്തിടെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഈ രാഷ്ട്രീയമായ തിരിച്ചടികളെ വളരെ കൃത്യമായി ഉപയോഗിക്കാൻ കെൽപ്പുള്ള, തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ കെൽപ്പുള്ള ഒരു നേതാവാണ്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് ജയിലിലിട്ടത് രാഷ്ട്രീയമായി BJPക്ക് ദോഷമായി എന്നേ പറയാൻ പറ്റുകയുള്ളൂ. അതൊരു മോശം മൂവ് ആയിരുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ തന്നെയാണ്. അതായത് അറസ്റ്റോടുകൂടി കെജ്രിവാൾ എങ്ങനെ ഇനി സംസ്ഥാനം ഭരിക്കുമെന്നുള്ള ഒരു ആശങ്ക അവരുടെ പാർട്ടിക്കുമുണ്ടായിരുന്നു, രാജ്യം മുഴുവനുള്ള രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്കുണ്ടായിരുന്നു. പക്ഷേ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ നയപരമായ തീരുമാനങ്ങളിൽ അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ തന്നെ തീരുമാനമെടുത്തു പോവുകയാണ്. ആ നിലയിൽ പല കാര്യങ്ങളിലും ഒരുപക്ഷെ ലക്ഷ്മി പറഞ്ഞതുപോലെ എല്ലാവരെയും ഞെട്ടിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പല രാഷ്ട്രീയ നീക്കങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും ഈ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു
ഇനി ഒരുപക്ഷെ പുറത്തിറങ്ങിയാലും സമാനമായ രീതിയിൽ തന്നെ പ്രവചനാതീതമായ പല സംഗതികളും കെജ്രിവാളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായേക്കാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ അറസ്റ്റോടുകൂടി എനിക്ക് തോന്നുന്നു ഡൽഹിയിലായിക്കൊള്ളട്ടെ പഞ്ചാബിലായിക്കൊള്ളട്ടെ പൊതുവിൽ ഒരു ആം ആദ്മി അനുകൂല ട്രെൻഡ്, കെജ്രിവാൾ അനുകൂല ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയം. എനിക്ക് തോന്നുന്നു അമൽ, ഒരുപക്ഷെ ഒരു കെജ്രിവാളിന്റെ രാഷ്ട്രീയ ബുദ്ധി വെച്ചൊക്കെ നോക്കുമ്പോൾ പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ അരവിന്ദ് കെജ്രിവാൾ വീണ്ടും നരേന്ദ്രമോദിക്കെതിരെ വാരാണസിയിൽ പോയി മത്സരിക്കാൻ പോലും സാധ്യതയുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനിയും ദിവസങ്ങളൊക്കെയാണ്. ആ നിലയിലുള്ള ഒരു സാധ്യത എന്തായാലും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അന്ന് അദ്ദേഹം വാരണാസിയിൽ 2014 മോദിക്കെതിരെ മത്സരിക്കുമ്പോൾ പഞ്ചാബിൽ അന്ന് 4 സീറ്റാണ് ആം ആദ്മിക്ക് ലഭിച്ചത്. അതിനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയുമില്ല. ഇതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളാണെന്ന് തന്നെ തോന്നുന്നു. അതെ, അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അരവിന്ദ് കെജ്രിവാൾ BJP വളരെ ഭയപ്പെടുന്ന ഒരു നേതാവാണ്. മോദിക്ക് ഒരു ഒത്ത എതിരാളിയായി അരവിന്ദ് കെജ്രിവാൾ ആ അറസ്റ്റിലൂടെ മാറുകയാണ് ചെയ്തത്. അതാണ് ഞാൻ രാഷ്ട്രീയമായി BJP ചെയ്തത് ശരിയായിരുന്നില്ല, ആ കാര്യത്തിൽ BJPക്ക് ഒരു പിഴച്ചത് അവിടെയാണ്. അരവിന്ദ് കെജ്രിവാളിനെയാണ് അവർ അറസ്റ്റ് ചെയ്തത്, വേറെ ഒരു നേതാവിനെയുമല്ല. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ അറസ്റ്റിനെ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ അറിയുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആപ്പിനെ അങ്ങ് അവസാനിപ്പിക്കാം എന്നുള്ള ഒരു ചിന്തയാണ് അതിനാണ് അദ്ദേഹം തടയിട്ടത്. നമ്മൾ പിന്നെ കണ്ടതെന്താണ്? ആം ആദ്മി പാർട്ടിയിൽ നിന്നും പുതിയ നേതാക്കൾ ഉയർന്നു വരുന്നതാണ് കണ്ടത്. സുനിത കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ വളരെ വൈകാരികമായി തന്നെ ഉപയോഗിച്ച് ജനങ്ങളോട് സംസാരിക്കുന്നു. അവർ ഒരു നേതാവായി ഉയർന്നു വരുന്നു. ഒപ്പം അതിശയെ പോലുള്ള നേതാക്കൾ ഒരുപക്ഷെ നമ്മൾ അന്നൊന്നും അധികം കേട്ടിട്ടില്ലാത്ത നേതാക്കന്മാരാണ്. അവരൊക്കെ രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന തരത്തിലുള്ള ഒരു ദേശീയ നേതാവിൻ്റെ പരിവേഷത്തിലേക്ക് വരികയാണ്. അതിശയെ പോലുള്ള മന്ത്രിമാരൊക്കെ, അരവിന്ദ് കെജ്രിവാളിൻ്റെ സഹപ്രവർത്തകരൊക്കെ തന്നെ നേതാക്കന്മാരായി മാറുന്ന ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ ഒരുമിച്ച് നിന്ന് ചെറുക്കുന്ന ആപ്പിനെയാണ് പിന്നെ കണ്ടത് നമ്മൾ. ഇപ്പോൾ ലക്ഷ്മി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് മുൻപും ശേഷവും എന്നൊന്ന് തിരിച്ചാൽ, ഇപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യ സഖ്യം വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെട്ട് രൂപപ്പെടുന്നു, 28 രാഷ്ട്രീയ പാർട്ടികൾ വരുന്നു. പക്ഷേ പിന്നീട് അത് കാര്യമായ അനക്കങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാതെ ഒരു നിശ്ചലാവസ്ഥയിൽ പരസ്പര സഹകരണമില്ലാതെ യോജിപ്പൊന്നുമില്ലാതെ പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. പക്ഷേ കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം ഈ പ്രതിപക്ഷ കക്ഷികളാകെ ഉണർന്നെണീക്കുന്നു. അത് നാളെ തങ്ങൾക്കും ഇതേ അവസ്ഥ ഉണ്ടാകാമെന്നുള്ളൊരു തിരിച്ചറിവായിരിക്കാം, അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയമായി BJP നേരിടാനുള്ള ഒരു വലിയ അവസരമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടായതുകൊണ്ടാകും. എന്തായാലും ഈ അറസ്റ്റിന് ശേഷം നമുക്കറിയാം ഡൽഹിയിൽ നടന്നിട്ടുള്ള ഒരു മഹാറാലി, അതിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഐക്യം, അതിനുശേഷം പ്രതിപക്ഷ പാർട്ടികൾക്ക് പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിൽ വന്നിട്ടുള്ള ഉണർവ് നമ്മളെല്ലാം കണ്ടതാണ്. അത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ഭാര്യ പങ്കെടുക്കുന്നു, സുനിത കെജ്രിവാൾ ആ റാലിയിൽ പങ്കെടുക്കുന്നു, പ്രതിപക്ഷ നിരയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം അണിനിരക്കുന്നു. അങ്ങനെ ഇന്ത്യ മുന്നണിക്ക് ഒരു കെട്ടുറപ്പ് വരികയാണ്. ഡൽഹിയിലും റാഞ്ചിയിലും റാലി നടക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ അവർ അതിനു മുൻപേ വിചാരിച്ചിട്ട് ഒരു റാലി നടത്താൻ കഴിഞ്ഞിട്ടില്ല. അത് പലവിധ കാരണങ്ങളാൽ റാലി പോലും നടക്കാതെ ഇന്ത്യ മുന്നണി ഇങ്ങനെ പകച്ചു നിൽക്കുന്ന സമയത്താണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് വരുന്നത്. ഏതായാലും അതൊരു പുതിയ ഊർജം ഇന്ത്യ മുന്നണിക്ക് ആകെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. അത് ഒന്നാമത്തെ കാര്യം. 2, കെജ്രിവാൾ എങ്ങനെയാണ് ഡൽഹിയിൽ അധികാരത്തിലെത്തിയതെന്നും അവിടെ തുടർഭരണം നേടിയതെന്നുമുള്ള ഒരു കാര്യമുണ്ട്. അവിടെ ജനങ്ങൾക്ക് സൗജന്യമായി വൈദ്യുതി നൽകുന്നു, കുടിവെള്ളം നൽകുന്നു, ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നു, സ്കൂളുകൾ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ, അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ ജനകീയനായിട്ടുള്ളൊരു നേതാവായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയുടെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. ആ ഡൽഹിയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ, ക്ഷേമ പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ, ഇതൊക്കെ നേരിട്ട് കാണുന്നു അല്ലെങ്കിൽ അനുഭവിക്കുന്നു എന്നുള്ളതിൻ്റെ നിലയിൽ തന്നെയാണ് അതിൻ്റെ അതിർത്തി പങ്കിടുന്ന പഞ്ചാബിൽ ആം ആദ്മി അധികാരത്തിൽ വന്നത്. അങ്ങനെ ജനകീയനായിട്ടുള്ള ഒരു നേതാവിനെ പിടിച്ച് തടവറയിൽ അടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജനരോക്ഷം ഒരുപക്ഷെ BJP അങ്ങനെ ഒരു ജനരോക്ഷം ഉണ്ടായേക്കും എന്നുള്ള കാര്യം BJP നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇദ്ദേഹത്തെ പിടിച്ച് അഴിമതിക്കാരനാണ് എന്നുള്ള നിലയിൽ ജയിലിൽ അടച്ചാൽ ഒരുപക്ഷെ ജനം ഇദ്ദേഹത്തിനെതിരായി തിരിയുമെന്നുള്ള ഒരു കാര്യമായിരിക്കാം BJP പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിനേക്കാളേറെ BJP ചിന്തിച്ചിട്ടുണ്ടാകുക ഞാൻ വിചാരിക്കുന്നത് രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരു പാഠം നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ BSPയിൽ മായാവതിയെ പോലുള്ളവർ ഇന്ത്യ സഖ്യത്തിലൊന്നും ചേരാതെ മാറി നിൽക്കുകയാണ്. അത് ഭയന്നിട്ടാണ്. അതുപോലെ ചെറിയ കക്ഷികളെ ഒന്ന് ഭയപ്പെടുത്തുക. ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു നിന്നാൽ ഇതായിരിക്കും, അരവിന്ദ് കെജ്രിവാളിൻ്റെ അവസ്ഥയായിരിക്കും, തടവിൽ കിടക്കേണ്ടി വരും എന്നുള്ള ഒരു കൃത്യമായ സൂചന കൊടുക്കാനാണ് ഈ പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് ജയിലിലിടുന്നത്. പക്ഷേ അത് അവർ വിചാരിച്ചിടത്ത് നിന്നില്ല എന്നുള്ള
എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം BJPക്കൊപ്പം ചേർന്ന് നിന്ന പല നേതാക്കളുടെയും ED കേസുകളൊക്കെ അപ്രത്യക്ഷമാകുന്ന മാജിക് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ അജിത് പവാറുണ്ട്, ഹിമന്ത ബിശ്വ ശർമ്മയുണ്ട്, സുവേന്ദു അധികാരിയുണ്ട്, ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഉണ്ട്, അശോക് ചവാനുണ്ട്. ഇവരുടെയൊക്കെ കേസുകൾ പിന്നെ ആരും ചർച്ച ചെയ്ത് കണ്ടില്ല. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരു നേതാവ്, BJPയോട് നേർക്ക് നേർ നിന്ന് എതിരിടുന്ന ഒരു നേതാവിനെ പിടിച്ച് ജയിലിലിട്ടാൽ ഇതായിരിക്കും നിങ്ങളും BJPക്കെതിരെ തിരിഞ്ഞു നിന്നാൽ ഇതായിരിക്കും നിങ്ങളുടെയും അവസ്ഥ എന്ന് പറയുന്ന ഒരു സന്ദേശം നൽകാനാണ് BJP ശ്രമിച്ചത് എന്ന് തോന്നുന്നു. അവിടെയാണ് പാളിയത് BJPക്ക്. അങ്ങനെ തകർന്നു പോവുകയല്ല ചെയ്തത്. ഒറ്റക്കെട്ടായി ആപ്പിൻ്റെ ഒരു ശക്തി കൂടുന്നു, ആപ്പ് ഒറ്റക്കെട്ടായി അറസ്റ്റിനെ എതിർക്കുന്നു. ഒപ്പം ഇന്ത്യ മുന്നണി ആകെ ഈ അറസ്റ്റിനെതിരെ പ്രതിരോധിച്ച് ഒന്നാകുന്ന വളരെ കെട്ടുറപ്പോടെ ഒരുമിക്കുന്ന ഒരു കാഴ്ച. അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിയുടെ ഒരു മുഖമായി തന്നെ മാറുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നതിനേക്കാൾ കരുത്തനായിട്ടാണ് തീർച്ചയായിട്ടും പുറത്തു വരാൻ പോകുന്നത്. ജാമ്യം ലഭിക്കുകയാണ്. കാരണം ജയിലിൽ കിടന്നുകൊണ്ട് ഇന്ത്യ സഖ്യത്തെ ഒരുമിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പ്രതിപക്ഷ നിരയ്ക്ക് ഒരു വലിയ ആത്മവിശ്വാസം നൽകുവാൻ അദ്ദേഹത്തിന് അവിടെ കിടന്നുകൊണ്ട് തന്നെ സാധിക്കുന്നുണ്ട്. ആ നിലയിൽ പ്രതിപക്ഷ നിരയുടെ മുഖമായി ലക്ഷ്മി പറഞ്ഞതുപോലെ അദ്ദേഹം മാറി. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം എന്ത് കേസിലാണ് ജയിലിൽ കിടക്കുന്നത് എന്നുള്ളതാണ്. മദ്യനയ അഴിമതി കേസിലാണ്. കെജ്രിവാളിനെ ഈ കേസിൽ ഇപ്പോൾ ED കുടുക്കിയിട്ടിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ മാപ്പുസാക്ഷികളായി, മദ്യനയ കേസിൽ മാപ്പുസാക്ഷികളായിട്ടുള്ള 2 പേർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. വേറൊരു തെളിവുകളും കെജ്രിവാളിനെതിരെ ഹാജരാക്കാനായിട്ടില്ല. ആരാണ് മാപ്പുസാക്ഷിയായത് എന്നുള്ളതും പ്രസക്തമാണ്. നമുക്കറിയാം, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലായത് അരവിന്ദോ ഫാർമ എന്ന കമ്പനിയുടെ ഉടമ അദ്ദേഹം മാപ്പുസാക്ഷിയായി ഈ മദ്യനയ കേസിൽ മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് ഈ കേസിൽ ഈ അരവിന്ദോ ഫാർമയുടെ ഉടമ നിരവധി കോടി രൂപ, 25 കോടിയിലധികം കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായി BJPക്ക് നൽകുന്നത്. അങ്ങനെ ഒരു മാപ്പുസാക്ഷിയായ ആളുടെ മൊഴി കൊണ്ട് മാത്രം ജയിലിൽ കിടക്കേണ്ട ആളാണോ കെജ്രിവാൾ എന്നുള്ളൊരു ചോദ്യം കൂടി ജനങ്ങൾ ഉയർത്തുന്നുണ്ട്. തന്നെ കേസിൽ കുടുക്കിയതാണ് എന്ന് പറയുന്ന ഒരു വികാരം ജനങ്ങളിലേക്ക്, വോട്ടർമാരിലേക്ക് എത്തിക്കാൻ ഇതിനോടകം തന്നെ കെജ്രിവാളിന് സാധിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോഴാണ് മറ്റൊരു കേസ് വരുന്നത് കെജ്രിവാളിനെതിരെ. ഇപ്പോൾ NIA കേസിനുള്ള ശുപാർശയാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ നൽകിയിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ ഖലിസ്ഥാൻ വാദിയാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിനായി അവർ അതിന് ഉപോത്ബലകമായി പറയുന്ന കാര്യം, ഖലിസ്ഥാൻ വാദികളിൽ നിന്ന്, ഖലിസ്ഥാൻ വാദ സംഘടനകളിൽ നിന്ന് അദ്ദേഹം ഫണ്ട് കൈപ്പറ്റി എന്നുള്ള കാര്യം പറഞ്ഞാണ് അദ്ദേഹം ഒരു ഖലിസ്ഥാൻ വാദിയാണെന്നുള്ള ചിത്രീകരണം. അതിന്മേൽ ഒരു NIA അന്വേഷണം, അങ്ങനെ ഒരു ദേശവിരുദ്ധനാക്കാനുള്ള ശ്രമം കൂടി ആ വഴിക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും പൂട്ടാൻ ഒരു ശ്രമം BJP നടത്തുന്നു. ഈ ഖലിസ്ഥാൻ വാദിയാക്കുന്നത് തീർച്ചയായും അതും ഒരു തെറ്റായ മൂവ് തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം കൂടുതൽ ഈ സിഖ് വിഭാഗങ്ങൾക്കിടയിലും പഞ്ചാബിലും ഒക്കെ ഒരു കെജ്രിവാൾ ഒരു അനിഷേധ്യ നേതാവായി മാറുകയോ ചെയ്യുള്ളൂ ഈ ഒരു വാദം കാരണം. അതൊരു മുസ്ലിം പ്രീണനം പോലെ ഹിന്ദു വോട്ട് ബാങ്കുകളെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റാൻ സാധിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു നേതാവ് മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ട് ബാങ്കുകൾ തിരിഞ്ഞു പോകും. പക്ഷേ ഖലിസ്ഥാൻ വാദിയാണ് എന്ന് പറയുന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ഹിന്ദു വോട്ട് ബാങ്കുകളെ ആപ്പിൽ നിന്ന് അകറ്റാൻ കഴിയും BJPക്ക് എന്ന് തോന്നുന്നില്ല. എന്തായാലും ലക്ഷ്മി, നാളെ കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യ ഹർജിയിൽ സുപ്രീം കോടതി വിധി പറയും. ആ വിധി എന്തു തന്നെയായാലും, കെജ്രിവാൾ പുറത്തിറങ്ങിയാലും ഇല്ലെങ്കിലും, ഈ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളിന്റെ സാന്നിധ്യം നേരിട്ടുണ്ടായാലും ഇല്ലെങ്കിലും അത് BJPക്ക് കനത്ത തിരിച്ചടി തന്നെയാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ICL Finco, the intelligent choice.